ബാംഗ്ലൂർ സെൻട്രൽ വരെ ഒന്നും പോകണ്ട. ഇപ്പോൾ നാട്ടികയിലെ ബൂത്ത് നമ്പർ 69 കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ആ നാട്ടിക നിർദ്ദിഷ്ട ബൂത്തിന്റെ പരിധിയിലുള്ള ആ വാർഡിലുള്ള ആളുകളല്ലാത്ത 79 പേര് അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പല വോട്ടുകൾക്കും വീട്ടു നമ്പർ പോലും ഇല്ല. അതായത് ഈ ABCDEFG എന്നൊക്കെ പറയുന്നത് കാണാൻ നമ്മൾ ബാംഗ്ലൂർ വരെയോ അതല്ലെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ വരെയോ ഒന്നും പോകേണ്ട കാര്യമില്ല. തൃശ്ശൂരിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരാളുടെ പേരിൽ 17 വോട്ട് ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ രക്ഷകർത്തൃത്വത്തിൽ. ഇത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് BJP വളരെ സംഘടിതമായിട്ട് ഈ രാജ്യത്ത് മുഴുവൻ ഏകദേശം നമ്മൾ നേരത്തെ തന്നെ കണക്കുകളുണ്ടല്ലോ, ഇപ്പോൾ ADRും VDF ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട കണക്കുകൾ ഏകദേശം 79 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വലിയ രീതിയിൽ BJP ജയിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്രമക്കേട് നടത്തിയെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ട് അന്ന് ദിവസം വൈകുന്നേരം വരുന്ന വോട്ടിംഗ് കണക്കും അതേസമയം സാധാരണ ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കേണ്ട കണക്കാണ് 11 ദിവസവും 5 ദിവസവും 4 ദിവസമൊക്കെ വിവിധ ഘട്ടങ്ങൾ പ്രഖ്യാപിച്ചത്. അതെല്ലാം കഴിഞ്ഞ് വന്ന കണക്കും വെച്ച് ഏകദേശം 5 കോടി വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത് ADR പഠന റിപ്പോർട്ടുണ്ട്, VDFിൻ്റെ പഠന റിപ്പോർട്ടുണ്ട്. ആ രണ്ട് ഏജൻസികളും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരക്ഷരം അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. 5 കോടി വോട്ട് തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത കണക്കും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടോട്ടലായിട്ട് വിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ 86,000 വോട്ട് കേരളത്തിലാണ്. 86,000 വോട്ട്. ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു, നിർമ്മല സീതാരാമൻ്റെ BJPയുടെ കേന്ദ്രമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകരൻ ഈ എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചോ 86,000 വോട്ട് കേരളത്തിലുണ്ട്, അതിൽ ഭൂരിഭാഗവും തൃശ്ശൂരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അത്രമാത്രം വലിയ ക്രമക്കേട് രാജ്യത്ത് മുഴുവൻ നടത്തിയിട്ടുണ്ട്. ആ രാജ്യത്ത് മുഴുവൻ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നതാണോ തെറ്റ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിക്കാൻ മറ്റൊന്നുമില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ മുഴുവൻ രേഖകളും ഡിജിറ്റൽ രേഖകൾ തരികയാണ്. ആ ഡിജിറ്റൽ രേഖകൾ നിങ്ങൾ പറഞ്ഞതിനു ശേഷം നിങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ പരാതികളെന്ന് പറഞ്ഞോ. എന്നിട്ട് ഇന്ത്യ മുഴുവൻ നടന്നൊരു വിഷയമല്ലേ, നമുക്കത് പ്രത്യേകമായി പരിഗണിക്കാം. അങ്ങനെയല്ലേ? ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്. പക്ഷെ എന്താ ചെയ്തത്? 1.25 മണിക്കൂർ നീണ്ടു നിന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് കണ്ടു തീർക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്ഷമയുണ്ടായില്ല. അതിനു മുമ്പ് നോട്ടീസ് അയച്ചു. കാരണം അറിയാം ഈ കള്ളത്തരം മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. അതുകൊണ്ടാണല്ലോ ആ വോട്ട്, ആ അഭിമുഖം അല്ലെങ്കിൽ ആ പത്രസമ്മേളനം മുഴുവൻ പറഞ്ഞതിന് ശേഷം ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിനകത്ത് എന്തൊക്കെയാണ് സത്യം എന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നത്തെ ആ പത്രസമ്മേളനത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ? ക്രമക്കേട് ഉന്നയിച്ച സംഭവം ഗൗരവതരമാണ്, ഞങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും, കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കും. ഇതല്ലേ ഒരു ഭരണഘടനാ സ്ഥാപനം പറയേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ? പകരം എന്താ ചെയ്തത്? ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ അപകീർത്തിപ്പെടുത്താനും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ അയാളോട് മാപ്പ് ചോദിക്കാനുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത്. ഇപ്പോ ഇവര് ചോദിക്കുന്നുണ്ടല്ലോ, ശ്രീ പത്മനാഭൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല? ഞങ്ങൾ ചോദിച്ചതേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തരൂ, ഞങ്ങൾ പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കാനുകൊണ്ടാണ് 6 മാസം എടുത്ത് പഠിപ്പിക്കേണ്ടത്. അങ്ങ് വലിയ കാര്യത്തിലല്ല, മലയാളം, ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താ? 8 നിയോജക മണ്ഡലങ്ങൾ ഉള്ള ബാംഗ്ലൂർ സെൻട്രലിൽ 7 നിയോജക മണ്ഡലങ്ങളും കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങനെ 7 നിയോജക മണ്ഡലവും എണ്ണിക്കഴിഞ്ഞ് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു റിസൾട്ടിനെ മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം അസ്വാഭാവികമാം രീതിയിൽ BJPക്ക് ലഭിക്കുകയും 32,000 വോട്ടിന് BJP ജയിക്കുന്ന അന്തിമമായ കണക്ക് വരെ ചെയ്തു. ഇത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ BJPക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, നടക്കൂലല്ലോ. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അഭിലാഷേ. ഇപ്പോ ഈ 7-ാം തീയതി 6 മാസം ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് പറഞ്ഞത്. 7-ാം തീയതി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇന്ന് വയനാട് ലോക്സഭയിലെ 3 നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇത്ര വോട്ടർമാർ, വ്യാജ വോട്ടർമാർ ഇത്ര ഉണ്ടെന്ന് പറയാൻ വേണ്ടി അനുരാഗ് ഠാക്കൂറിന് എവിടെ നിന്നാണ് ഡാറ്റ കിട്ടിയത്? രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാത്ത ഈ ഡാറ്റ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എങ്ങനെയാണ് BJPക്കും അനുരാഗ് ഠാക്കൂറിനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ചത്? അതൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ? രാഹുൽ ഗാന്ധി പല പ്രാവശ്യം കത്തെഴുതിയിട്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടും പൊതുസമൂഹം പറഞ്ഞിട്ടും കൊടുക്കാത്ത ഈ പറയുന്ന സോഫ്റ്റ് കോപ്പി 3-4 ദിവസങ്ങൾക്കുള്ളിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ അനുരാഗ് ഠാക്കൂറിന് എവിടെ നിന്ന് കിട്ടി?
ശരി. അതോ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന പേപ്പറുകൾ ഈ 7 ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ടാക്കിയാണോ? അല്ലല്ലോ. അപ്പോ ഇതാണ് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPക്ക് അനുകൂലമായ രീതിയിൽ പറയുന്നു. ഒന്നുകൂടി പറഞ്ഞു നിർത്താം. നോക്കൂ, ബീഹാറിൽ SIR-നെ കുറിച്ച് പറഞ്ഞു. എന്താ ആരോപണം? അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവിടെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ കൊണ്ടുവരുന്നു. തൃശ്ശൂരും മറ്റു സ്ഥലത്തും വരുമ്പോൾ എന്താ, 2 ദിവസം കൊണ്ടൊരു പോസ്റ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. ഈ രാജ്യത്തിന് മുഴുവൻ നടക്കേണ്ട ഒരു പ്രക്രിയയിൽ ഒരു പൊതുമാനദണ്ഡമുണ്ടല്ലോ. ആ പൊതുമാനദണ്ഡങ്ങളെ പോലും അട്ടിമറിച്ച് BJPക്ക് സഹായകമാവുന്ന രീതിയിൽ ചേർക്കാനും ഒഴിവാക്കാനും കഴിയുന്ന രീതിയിൽ അമ്പയർ തന്നെ ഇതിനകത്ത് അഴിമതി കാണിക്കുന്നു എന്നുള്ള ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് ഈ രാജ്യം നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ആരെ വിശ്വസിക്കണം എന്നുള്ള പ്രശ്നം ഉയരുന്നത്.